ഒരു കംപ്ലീറ്റ് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും സ്റ്റൈൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആമിർ എവിടെ എത്തണമെന്ന് സിനിമയ്ക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അവിടേക്കുള്ള ജേണി കുറച്ചുകൂടി സ്ലോലി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലാകുമായിരുന്നു. ഖലീഫ ബേസിക്കലി ഒരു സ്റ്റൈലിഷ് മാസ് ആക്ഷൻ റിവഞ്ച് ഡ്രാമയാണ്. ആമിർ അലി എന്ന ഫാമിലി മാനായ ഒരാൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സ്മഗ്ലിംഗ് ലോകത്തേക്ക് എത്തുകയും പിന്നീട് ആ ജീവിതം അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിലൂടെ ഒരു റിവെഞ്ച് സ്റ്റോറിയായി മാറുന്നതുമാണ് സിനിമ പറയുന്നത്. കഥയുടെ അടിസ്ഥാന ആശയം പരിചിതമാണെങ്കിലും അതിനെ വൈശാഖ് തൻ്റെ പതിവ് മാസ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് വലിയ സ്ക്രീൻ എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രധാന പ്രത്യേകത. പൃഥ്വിരാജ് സുകുമാരനാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്സിലൊന്ന്. ആമിർ അലി എന്ന കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ്, ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറിയിലൊക്കെ പൃഥ്വിരാജ് വളരെ കംഫർട്ടബിളാണ്. ഒരു വശത്ത് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളെയും മറുവശത്ത് ഇൻ്റലിജൻ്റായ ഒരു സ്മഗ്ലറിനെയും കൺവിൻസിംഗായി അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാസ് മൊമെൻറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആമിറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടത്ര സമയം സിനിമ നൽകുന്നില്ല. സ്ക്രീൻ പ്ലേ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനാൽ ചില ട്രാൻസ്ഫോർമേഷൻ പോയിൻറ്റ്സ് കൂടുതൽ ഓർഗാനിക്കായി ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അതുതന്നെയാണ് ഖലീഫയുടെ സ്ക്രീൻ പ്ലേയുടെ പ്രധാന വീക്ക്നെസ്. സിനിമയ്ക്ക് നല്ല പേസ് ഉണ്ട്. ആദ്യ പകുതിയിൽ തന്നെ കഥ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ബോറിംഗ് പോർഷൻസൊക്കെ വളരെ കുറവാണ്. പക്ഷേ അതേ സ്പീഡ് ചില ക്യാരക്ടർ ആർക്സിൻ്റെ ഡെപ്ത് കുറയ്ക്കുന്നുമുണ്ട്. നമ്മൾ ക്യാരക്ടേഴ്സ് എന്തുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കും. എന്നാൽ ആ തീരുമാനങ്ങളുടെ ഇമോഷണൽ ഇമ്പാക്റ്റ് പൂർണ്ണമായി അനുഭവിക്കാൻ എല്ലായ്പ്പോഴും കഴിയുന്നില്ല. ഫാമിലി എലമെൻറ്റ് സിനിമയിൽ ഇമോഷണലി കൺവിൻസിംഗ് ആണ് ഒരു പരിധിവരെ. എന്നാൽ രണ്ടാം പകുതിയിൽ കുടുംബത്തെ കൂടുതൽ ആഴത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം സ്ക്രീൻ പ്ലേ ഉപയോഗിക്കുന്നേയില്ല. ഫാമിലി സിനിമയുടെ ഇമോഷണൽ ബാക്ക് ബോൺ ആകുന്നതിനേക്കാൾ റിവെഞ്ച് സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാന മോട്ടിവേഷനായി മാറ്റിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ച് കൂടുതൽ എൻഗേജിങ് ആയിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ ആക്ഷൻ സീക്വൻസസ് ആദ്യ പകുതിയേക്കാൾ മികച്ചതാണ്. ഫൈറ്റ് സീക്വൻസസ്, ചേസ് സീക്വൻസസ്, മാസ് എലിവേഷൻ മൊമെൻറ്റ്സ് ഇതൊക്കെ തിയേറ്റർ ഓഡിയൻസിനെ ലക്ഷ്യമിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ചില രംഗങ്ങളിൽ ആക്ഷൻ വളരെ സ്റ്റൈലിഷാണ്, ചിലത് റിയലിസ്റ്റിക് ഫീൽ തരുന്നുമുണ്ട്, ചിലത് പ്യുവർ മാസാണ്. ഈ മൂന്നും ചേർന്നൊരു ട്രീറ്റ്മെൻറ്റാണ് സിനിമ പിന്തുടരുന്നത്. ആക്ഷൻ കോറിയോഗ്രഫിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ആരെയാണ് ഇടിക്കുന്നത്, ഏത് രീതിയിലാണ് ഇടിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാവും. ഇടയ്ക്കിടെ ചെറിയ എഡിറ്റിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിലും അവ സിനിമ കഴിഞ്ഞ് ഓർത്തിരിക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളായൊന്നും തോന്നിയില്ല. ഹീറോ എലിവേഷൻ, ആക്ഷൻ സ്റ്റേജിങ്, ക്യാമറ മൂവ്മെൻറ്റ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മാസ് മൊമെൻറ്റ്സ് എന്നിവയെല്ലാം വൈശാഖിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈൽ പിന്തുടരുന്നുണ്ട്. സിനിമാറ്റോഗ്രഫിയും ഈ സ്റ്റൈലിനെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. വലിയ സ്കെയിലിലുള്ള ആക്ഷൻ സീക്വൻസസിനും മാസ് സീൻസിനും അനുയോജ്യമായ വിഷ്വൽ ട്രീറ്റ്മെൻറ്റാണ് നൽകിയിരിക്കുന്നത്. സിനിമയുടെ ടെക്നിക്കൽ പ്രസൻറ്റേഷൻ പൊതുവെ പോളിഷ്ഡ് ആണ്. ജെയ്ക്സ് ബിജോയുടെ BGM പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ആക്ഷൻ സീൻസിലും ഹീറോ എലിവേഷൻ മൊമെൻറ്റ്സിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിൽ BGM വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. സപ്പോർട്ടിംഗ് കാസ്റ്റിംഗ് നല്ലതാണ്. നീൽ നിതിൻ മുകേഷിൻ്റെ കഥാപാത്രത്തിന് ഒരു സ്റ്റൈലിഷ് പ്രസൻസ് ഒക്കെയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നും തോന്നുന്ന തരത്തിലാണ് ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷമ്മി തിലകൻ അവതരിപ്പിച്ചിരിക്കുന്ന പ്രധാന അൻ്റഗോണിസ്റ്റും ആവശ്യമായ ഇമ്പാക്റ്റ് നൽകുന്നുണ്ട്. മറ്റ് ചില പ്രധാന കഥാപാത്രങ്ങളെന്ന് തോന്നുന്നവരുടെ സാന്നിധ്യം പക്ഷെ കഥ പോകെ നഷ്ടമാകുന്നത് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായി തോന്നി. സ്മഗ്ലിംഗ് വേൾഡ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്നും തോന്നി. സിനിമ ഒരു വലിയ ക്രിമിനൽ നെറ്റ്വർക്കിൻ്റെ സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെ മുഴുവൻ വേൾഡ് ബിൽഡിങ്ങിലേക്ക് ആഴത്തിൽ പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ട്വിസ്റ്റ് ഹെവി സിനിമയാണ് ഖലീഫ എന്ന് പറയാൻ കഴിയില്ല. ഓഡിയൻസിന് കഥ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നത് പല ഘട്ടങ്ങളിലും മനസ്സിലാവും. എന്നാൽ അതുകൊണ്ട് സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒട്ടും കുറയുന്നൊന്നുമില്ല. ഒരു കംപ്ലീറ്റ് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയാൻ കഴിയില്ല. എന്നാലും സ്റ്റൈൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആമിർ എവിടെ എത്തണമെന്ന് സിനിമയ്ക്ക് വ്യക്തമായി അറിയാം. പക്ഷേ അവിടേക്കുള്ള ജേണി കുറച്ചുകൂടി സ്ലോലി ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെ കൂടുതലാകുമായിരുന്നു. ഖലീഫയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് സ്റ്റോറിയല്ല, ട്രീറ്റ്മെൻറ്റാണ്. സ്റ്റോറി ഫെമിലിയറാണ്. സ്മഗ്ലിംഗ്, റിവെഞ്ച്, ഫാമിലി, എനിമീസ്, റിട്ടാലിയേഷൻ തുടങ്ങിയ എലമെൻറ്റ്സ് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. പക്ഷേ വൈശാഖ് അതിൻ്റെ സ്റ്റൈലിഷ് പ്രസൻറ്റേഷൻ, സ്ട്രോങ് ആക്ഷൻ, മാസ് മൊമെൻറ്റ്സ്, നല്ല BGM, പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്നിവ ഉപയോഗിച്ച് ഒരു നല്ല തിയേറ്റർ എൻ്റർടൈനറാക്കി മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഖലീഫ ഒരു സാറ്റിസ്ഫൈയിങ് മാസ് ആക്ഷൻ സിനിമയാണ്. ആർക്കാണ് സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത എന്ന് നോക്കിയാൽ മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് പൃഥ്വിരാജ് ആരാധകർക്കും ആക്ഷൻ മൂവി ലവേഴ്സിനും തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചോയ്സാണ് ഖലീഫ. പിന്നെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് കയറാൻ നോക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.